ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വിളിച്ചത് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 4ാമത്തെ എപ്പിസോഡാണ്. അല്ലാത്ത എപ്പിസോഡ് നമ്പർ 45 ആണ്. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നേക്കാം. പ്ലീസിനകത്തില്ല നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് ഒരുപാടധികം മുറിവുകൾ പറ്റെങ്കിൽ പോലും നമ്മുടെ ഇഷിതയാണെങ്കിൽ റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കയറി പോകുന്നു. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ക്യാപ്റ്റൻ നിപ്പുണ്ട്. നമ്മുടെ ഇഷിതനെ കണ്ടുടനെ നമ്മുടെ ക്യാപ്റ്റൻ തോഷനാണെങ്കിൽ അവൻ്റെ സമ്പത്ത് പുറത്തെടുത്തിട്ട് അവൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്നിക്ക് അവനെ നേരെ ഉപയോഗിക്കുകയാണ്. ഉപയോഗിച്ചുടനെ തന്നെ നമ്മുടെ ഇഷിതയാണെങ്കിൽ അവിടെ ബോധം കെട്ട് താഴെ വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെയും അതുപോലെ തന്നെ യൊറീച്ചയെയുമാണ്. നമ്മുടെ യൊറീച്ച ആണെങ്കിൽ സമ്പത്തുവിൻ്റെ സെക്കൻഡ് ഫോമായിട്ടുള്ള ബൻകായിനെ കുറിച്ച് നമ്മുടെ ഇച്ചിഗോനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടെക്നിക്ക് പഠിക്കാൻ 3 വർഷമാണ് വേണ്ടിയത്. അത് ഞാൻ നിന്നെ 3 ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഒരുപാടധികം സമയമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യൊറീച്ച ആണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഡമ്മി എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ ആണെങ്കിൽ നിന്റെ സമ്പത്തു ഇതിലേക്ക് കുത്തി ഇറക്കണം. എന്നിട്ട് അതിൻ്റെ സ്പിരിറ്റ് ആയിട്ടുള്ള സങ്കത്സുവിനെ നീ മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് നീ ആ സങ്കത്സുവിനെ ഈ ഡമ്മിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അന്നേരം ഈ ഡമ്മി ആണെങ്കിൽ സങ്കത്സു ആയിട്ട് മാറും എന്ന് നമ്മുടെ യൊറീച്ച പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്യുന്നു. അന്നേരം പെട്ടെന്ന് തന്നെ അവൻ്റെ സമ്പത്തു ആ ഡമ്മിനെ കാണുന്നില്ല. പുറകിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ സങ്കത്സു അങ്ങോട്ട് വന്ന് നിൽപ്പുണ്ട്. ഇതൊരു തരത്തിലുള്ള ഒരു ആർട്ടാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാടധികം സമ്പത്തു അവിടെ കിടക്കുന്നു. നമ്മുടെ സങ്കത്സു ഇച്ചിഗോനോട് പറയുകയാണ്, നീ അതിൻ്റെ അകത്തിലെ ഏതെങ്കിലും ഒരു സമ്പത്തു എടുത്തിട്ട് നീ ഇപ്പം എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. ഇത് കണ്ടുടനെ തന്നെ നമ്മുടെ സങ്കത്സു അവൻ്റെ സമ്പത്തും എടുത്തുകൊണ്ട് നമ്മുടെ ഇച്ചിഗോയെ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ ഇച്ചിഗോയുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് യൂസ് ചെയ്തിട്ട് അത് ഇച്ചിഗോ തടയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സ്ക്വാഡ് 4ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അവിടേക്ക് ഒരുപാടധികം മുറിവുകൾ പറ്റിയ സോൾ റിപ്പേഴ്സിനെ കൊണ്ടിരുന്നു. എന്നിട്ട് അവരെല്ലാവരും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ ഇച്ചിഗ ആൻഡ് ഗ്യാങ്സ് ആണ്. അവർ ഒരുപാടധികം സോൾ റിപ്പേഴ്സിനെ അടിച്ച് തറയിലിട്ടില്ലായിരുന്നു. അവരെ എല്ലാവർക്കുമാണ് ഒരുപാടധികം മുറിവുകൾ പറ്റിയത്. ഒരുപാടധികം വർക്ക് ലോഡ് ആയതുകൊണ്ട് തന്നെയാൽ അവിടെ ഇരുന്ന് ഇതെല്ലാം നോക്കി നടത്തുന്ന സോൾ റിപ്പറിന് ദേഷ്യം വന്നിട്ട് ഒരുമാതിരി എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നു. അതേ സമയത്ത് തന്നെ ഒരു നേഴ്സ് വന്നിട്ട് പറയുകയാണ്, ഒരുപാടധികം സോൾ റിപ്പേഴ്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് അങ്ങേർക്ക് ഒന്നും കൂടെ ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെയായിരുന്നു സ്ക്വാഡ് 4ന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. നമ്മളെ ഹനാത്രോൻ്റെ കൂടാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൂട്ടനന്റിനെ നമ്മുടെ ഹനാത്രോനെ പിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടി ഹനാത്രോയുടെ അടുത്തേക്ക് അയക്കുകയാണ്. നമ്മുടെ ഹനാത്രോയ്ക്ക് അങ്ങനെ ഇച്ചിഗോന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് കിട്ടാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തന്റെ മുറിവുകളൊക്കെ മാറി എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മുടെ റെഞ്ചിനെയാണ്. അവനാണെങ്കിൽ പാസ്റ്റിൽ നടന്ന കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനും അതുപോലെ തന്നെ റൂക്കിയും തമ്മിൽ നടന്ന കുറെ മെമ്മറീസ് ഒക്കെ സംഭവിച്ചാലും റൂക്കിയനെ രക്ഷിക്കണം, റൂക്കിയനെ ബാക്കിയ കുച്ചിക്കനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെഞ്ചി ആണെങ്കിൽ അവൻ്റെ സമ്പത്തും അതുപോലെ തന്നെ അവന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമ്മുടെ ബാക്കിയ കുച്ചിക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. സീഗറ്റ്സുവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാടധികം അടികളൊക്കെ കൊണ്ടിട്ട് അവിടെ തലകറങ്ങി കിടക്കുന്ന നമ്മുടെ ഇച്ചിഗോനെയാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ യൊറീച്ച പറയുകയാണ്, നിനക്ക് റൂക്കിയനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് കേട്ടോടെ തന്നെ നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് സീഗറ്റ്സുവിനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ സീഗറ്റ്സു ആണെങ്കിൽ ഇച്ചിഗോന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തും അവൻ്റെ കൈ ഉപയോഗിച്ച് ഡിസ്ട്രോയ് ചെയ്യുകയും അതുമാത്രമല്ല നമ്മുടെ ഇച്ചിഗോയുടെ ദേഹത്ത് ഒരു മുറിവുണ്ടാക്കുകയും ചെയ്യുന്നു. കാണിക്കുന്നത് കള്ളുകൂടിയനായിട്ടുള്ള സോൾ റിപ്പർ ഒറിഹിമിനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു അങ്ങോട്ട് നമ്മുടെ പിങ്കി വരുന്നത്. പിങ്കിനെ കണ്ടുകൊണ്ട് തന്നെ ആ സോൾ റിപ്പർ വളരെയധികം നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പിങ്കി പറയുകയാണ്, ഇത് ഇച്ചിഗോന്റെ ഫ്രണ്ട് അല്ലേ, ഇവളെ ഞാൻ രക്ഷിക്കും, കാരണം ഇച്ചിഗോ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇച്ചിഗോൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടും കൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒറിഹിമിനെ വിളിച്ചുകൊണ്ട് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ സ്ക്വാഡിലുള്ള എല്ലാ മെമ്പേഴ്സും അവിടെ തന്നെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരുപാടധികം മുറിവുകൾ പറ്റി കിടക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി ആണെങ്കിൽ മീനോട് സംസാരിക്കുകയാണ്. അതും നമ്മുടെ ഇച്ചിഗോനെ പറ്റി. ഇച്ചിഗോ വളരെയധികം സ്ട്രോങ് ആണ്, അവൻ ഇനിയും സ്ട്രോങ് ആവാൻ സാധിക്കും, അവനും ഞാനും ഫൈറ്റ് ചെയ്യുന്ന
കാണിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ അവനെ പോലെ ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന നമ്മുടെ ഇഷിതേനെയാണ്. സോ നമ്മുടെ ഇഷിതയ്ക്ക് ഇപ്പം താൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ എവിടെയാണെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിതയുടെ മുമ്പിൽ ഒരു വലിയ മമ്മി വരുന്നു. സോ ഇത് കണ്ടുകൊണ്ടു നമ്മുടെ ഇഷിത അവിടെ കിടന്ന് പേടിക്കുന്നുണ്ട്. ഇത് ഞാനാണ് എന്ന് പറഞ്ഞ സമയത്താണ് നമ്മുടെ ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത് നമ്മുടെ ഗാജു ആണെന്ന്. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ സാധു ഇരിപ്പുണ്ട്. ക്യാപ്റ്റൻസ് ഒക്കെ വളരെയധികം പവർഫുൾ ആണ്, അതുകൊണ്ടാണ് നമുക്ക് അവരെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കാഞ്ഞത്. നമുക്ക് നമ്മുടെ ജീവൻ കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് എന്ന് നമ്മുടെ സാധു പറയുന്നു. സോ അവിടെ വെച്ചാണ് വിളിച്ചത് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു പുതിയ ആനിമയുടെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. സോ ഏപ്രിൽ 3-ാം തീയതിയോ അല്ലെങ്കിൽ 4-ാം തീയതി വരുന്നതായിരിക്കും നമ്മുടെ വിൻഡ് ബ്രേക്കറിൻ്റെ സീസൺ 2. സോ ഈ ഓരോ എപ്പിസോഡ് ഓരോ ആഴ്ചയായിട്ടായിരിക്കും വരുന്നത്. സോ ആ വരുന്ന ദിവസം തന്നെ ഞാൻ ആ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇടുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. വിൻഡ് ബ്രേക്കർ സീസൺ 2 നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾ വേറെ ചാനലൊന്നും പോയി കാണരുത്, ഞാനിടും. ഓക്കെ, സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.